നമസ്കാരം. ഇടുക്കി ലൈവിൻ്റെ വോക്ക് ദ റൈറ്റ് പാത്ത് പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ ബിബിൻ. മ്യൂസിയങ്ങൾ നമ്മൾ പലപ്പോഴും കാണാറുള്ളവയാണ്. അവിടെയുള്ള തൊഴിൽ സാധ്യതകൾ എന്തൊക്കെയാണ്, ആ മേഖലയിലെ കരിയർ സാധ്യതകൾ എന്തൊക്കെയാണ്, അതിന് നാം എന്ത് പഠിക്കണം എന്നൊക്കെ പലരെയും അലട്ടുന്നൊരു ചോദ്യമാണ്. മ്യൂസിയത്തിൽ ജോലി ചെയ്യാൻ പലർക്കും താല്പര്യമുണ്ട്, അതുപോലെ തന്നെ ആ ഒരു മേഖല ഇഷ്ടമാണ്. പക്ഷേ എങ്ങനെ അതിലേക്കൊരു കരിയർ ഡെവലപ്പ് ചെയ്യാം എന്ന് പലർക്കും അറിയില്ല. തീർച്ചയായും നമുക്ക് ലഭിച്ച ഒരു മെയിലിന് മറുപടിയുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുക. മ്യൂസിയങ്ങളിൽ ജോലി കിട്ടാൻ വേണ്ടി നാം എന്തൊക്കെയാണ് പഠിക്കേണ്ടത്, അല്ലെങ്കിൽ മ്യൂസിയോളജി എന്ന് പറയുന്ന ഒരു വിഷയത്തിൻ്റെ സാധ്യതകൾ എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നാം പ്രധാനമായും ചർച്ച ചെയ്യുന്നത്. മ്യൂസിയോളജി എന്നത് മ്യൂസിയങ്ങളുടെ ചരിത്രം, മാനേജ്മെൻറ്റ്, അതിൻ്റെ ശേഖരണങ്ങൾ, അതിൻ്റെ സംരക്ഷണം, അതിൻ്റെ പ്രദർശനം, അതുമായിട്ടുള്ള വിദ്യാഭ്യാസം, അതിൻ്റെ ഗവേഷണം തുടങ്ങിയവ പഠിക്കുന്ന ഒരു അക്കാദമിക മേഖലയാണ് മ്യൂസിയോളജി എന്ന് പറഞ്ഞു വയ്ക്കുക. ഈ മേഖലയിൽ താല്പര്യമുള്ളവർക്ക് മ്യൂസിയങ്ങളിലും സാംസ്കാരിക സ്ഥാപനങ്ങളിലും വിവിധ കരിയർ സാധ്യതകൾ തുറന്നിടുന്നുണ്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടവയാണ്. അപ്പോൾ നമുക്ക് മ്യൂസിയോളജിയിലുള്ള കരിയർ സാധ്യതകൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിചയപ്പെടാം. മ്യൂസിയോളജിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തസ്തികകളിൽ ഒന്നാണ് ക്യൂറേറ്റർ എന്ന് പറയുന്നത്. മ്യൂസിയത്തിലെ ശേഖരങ്ങൾ ഏറ്റെടുക്കുക, അതിൻ്റെ സംരക്ഷണം, ആ ഒരു മേഖലയിലെ ഗവേഷണം, പ്രദർശനം തുടങ്ങിയവയൊക്കെ ചുമതല വഹിക്കുന്ന ഒരു വ്യക്തിത്വമാണ് ക്യൂറേറ്റർ എന്ന് പറയുക. ഈ ഒരു ക്യൂറേറ്റർ പദവിയിൽ എത്തണമെങ്കിൽ തീർച്ചയായും നിങ്ങൾ മ്യൂസിയോളജി പഠിച്ചിരിക്കണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. മറ്റൊന്ന് മ്യൂസിയം എഡ്യൂക്കേറ്ററാണ്. മ്യൂസിയത്തിലെ ശേഖരങ്ങൾ, അവിടെയുള്ള പുരാവസ്തുക്കളെയും ഒക്കെ അടിസ്ഥാനപ്പെടുത്തി വിദ്യാഭ്യാസ പരിപാടികൾ നടത്തുക, അതുപോലെ തന്നെ ആസൂത്രണങ്ങൾ ചെയ്യുക, അത് നടപ്പിലാക്കുക എന്നിവയൊക്കെ ചെയ്യുന്നത് ഈ ഒരു മ്യൂസിയം എഡ്യൂക്കേറ്ററാണ്. വ്യത്യസ്തമായ നിരവധി മ്യൂസിയങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. ചരിത്ര മ്യൂസിയങ്ങളുണ്ട്, അതുപോലെ തന്നെ ഡിഫൻസിൻ്റെ മ്യൂസിയങ്ങളുണ്ട്, ബാങ്കുകളുടെ മ്യൂസിയങ്ങളുണ്ട്, അതുപോലെ തന്നെ സയൻസുമായി ബന്ധപ്പെട്ട മ്യൂസിയങ്ങൾ, അങ്ങനെ നിരവധി മ്യൂസിയങ്ങൾ ഉള്ളതായിട്ട് നിങ്ങൾക്കറിയാം. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട മേഖലയാണ് മ്യൂസിയം രജിസ്ട്രാർ എന്ന് പറയുന്നത്. മ്യൂസിയത്തിലെ ശേഖരങ്ങളുടെ രേഖകൾ സൂക്ഷിക്കുകയും കൈകാര്യം ചെയ്യുകയും ചെയ്യുന്ന ആളാണ് മ്യൂസിയം രജിസ്ട്രാർ എന്ന പേരിൽ അറിയപ്പെടുക. മറ്റൊന്ന് മ്യൂസിയം കൺസർവേറ്ററാണ്. ഒരുപാട് സാധ്യതകൾ, ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യക്ക് കീഴിൽ മ്യൂസിയം കൺസർവേറ്റർ എന്ന് പറയുന്ന തസ്തികകൾ നിരവധിയുണ്ട്. മ്യൂസിയത്തിലെ ശേഖരങ്ങളുടെ അല്ലെങ്കിൽ മ്യൂസിയത്തിലെ ആ ഒരു പ്രദർശന വസ്തുക്കളുടെ സംരക്ഷണവും പരിപാലനവും ഉറപ്പുവരുത്തുക എന്നുള്ളത് മ്യൂസിയം കൺസർവേറ്ററുടെ ഒരു പ്രധാനപ്പെട്ട തൊഴിൽ മേഖലയാണ്. മറ്റൊന്ന് മ്യൂസിയം ഡയറക്ടർ ആൻഡ് അഡ്മിനിസ്ട്രേറ്ററാണ്. മ്യൂസിയത്തിൻ്റെ മൊത്തത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്ന ഒരാളാണ് മ്യൂസിയം അഡ്മിനിസ്ട്രേറ്റർ അല്ലെങ്കിൽ മ്യൂസിയം ഡയറക്ടർ എന്ന് പറയുക. അതുപോലെ തന്നെ മറ്റൊന്ന് എക്സിബിഷൻ ഡിസൈനർ എന്നുള്ള ഒരു മേഖലയാണ്. മ്യൂസിയത്തിലെ പ്രദർശനങ്ങൾ രൂപകൽപ്പന ചെയ്യുകയും നടപ്പിലാക്കുകയും ചെയ്യുന്ന ഒരാളാണ് എക്സിബിഷൻ ഡിസൈനർ ഓർ ഡയറക്ടർ എന്ന പേരിൽ അറിയപ്പെടുക. അതുപോലെ തന്നെ മ്യൂസിയം ഗൈഡ്, വലിയ വലിയ മ്യൂസിയങ്ങളിൽ മ്യൂസിയം ഗൈഡ് എന്ന് പറയുന്ന ഒരു തസ്തികയുണ്ട്. സന്ദർശകർക്ക് മ്യൂസിയത്തിലെ ശേഖരങ്ങളെക്കുറിച്ച് വിശദീകരിച്ച് കൊടുക്കാവുന്ന ഒരു ആളാണ് മ്യൂസിയം ഗൈഡ് എന്ന് പറയുന്നത്. ഇതുകൂടാതെ മറ്റ് ടെക്നിക്കലായിട്ടുള്ള സ്റ്റാഫുകളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഇലക്ട്രീഷ്യനും പ്ലംബറും വയറും അങ്ങനെയുള്ള ആളുകളൊക്കെ ഉണ്ട്. അവരൊക്കെ മറ്റ് അവരുടെ ടെക്നിക്കൽ മേഖലയിലുള്ള കോഴ്സുകൾ പഠിച്ചതിന് ശേഷമാണ് വരുന്നത്. പക്ഷേ ഞാൻ മേളിൽ സൂചിപ്പിച്ച മ്യൂസിയോളജിയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട മേഖലകളിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായും മ്യൂസിയോളജി എന്ന് പറയുന്ന ഒരു വിഷയം പഠിച്ചിരിക്കണം. മ്യൂസിയോളജിയിലെ പ്രധാനപ്പെട്ട കോഴ്സുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ബാച്ചിലർ ഓഫ് ആർട്സ് BA അല്ലെങ്കിൽ BS ഇൻ മ്യൂസിയോളജിയാണ്. ഇപ്പോൾ അത് 3 വർഷമായിരുന്നത് 5 വർഷമായി കൂടിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാന തത്വങ്ങളും പ്രയോഗങ്ങളും പഠിപ്പിക്കുന്നതാണ് അണ്ടർ ഗ്രാജുവേറ്റ് കോഴ്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മാസ്റ്റർ ഓഫ് ആർട്സിൽ MAയും അതുപോലെ തന്നെ MSc മാസ്റ്റർ ഓഫ് സയൻസിലും മ്യൂസിയോളജി വിഷയങ്ങൾ നേടാവുന്നതാണ് പോസ്റ്റ് ഗ്രാജുവേഷൻ മേഖലയിൽ. അതുകൂടാതെ തന്നെ അതിൻ്റെ മേഖലയിൽ PhD മേഖലകളിലേക്ക്, റിസർച്ച് മേഖലകളിലേക്ക് ഒരുപാട് സാധ്യതകളുണ്ട്. പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ മ്യൂസിയോളജി PGDM എന്ന് പറയുന്ന ഒരു തസ്തിക, ഒരു കോഴ്സുണ്ട്. പ്രവൃത്തി പരിചയമുള്ളവർക്കും അതുപോലെ തന്നെ കരിയർ മാറ്റം ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഈ ഹ്രസ്വകാല കോഴ്സുകൾ ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഇന്ത്യയിൽ പ്രധാനപ്പെട്ട സ്ഥാപനങ്ങൾ ഏതൊക്കെയാണ് എന്ന് നമുക്കൊന്ന് പരിചയപ്പെടാം. ഒന്ന് നാഷണൽ മ്യൂസിയം ഇൻസ്റ്റിറ്റ്യൂട്ട് ന്യൂഡൽഹിയാണ്. മറ്റൊന്ന് യൂണിവേഴ്സിറ്റി ഓഫ് ബറോഡ, അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി ഓഫ് കൽക്കട്ട, യൂണിവേഴ്സിറ്റി ഓഫ് മുംബൈ.
ഈ 4 സ്ഥാപനങ്ങൾ യൂണിവേഴ്സിറ്റികളാണ് പ്രധാനമായിട്ടും ഈ ഒരു മേഖലയിലുള്ള കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ മ്യൂസിയോളജി ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട ഒരു സബ്ജക്റ്റ് കൂടിയാണ് മ്യൂസിയോളജി എന്നറിഞ്ഞിരിക്കുക. ഏൻഷ്യൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുക എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ടതാണ്. അത് ഹിസ്റ്റോറിക്കൽ മ്യൂസിയങ്ങൾക്കാണ് കൂടുതൽ ഉപകാരപ്പെടുക. സയൻസ് പഠിച്ചവർക്ക് സയൻസ് മ്യൂസിയങ്ങളിലേക്കൊക്കെ വരാനുള്ള സാധ്യതകൾ നിരവധിയാണ്. സെൻട്രൽ ഗവൺമെൻറ്റിലും സ്റ്റേറ്റ് ഗവൺമെൻറ്റിലും മറ്റ് സംസ്ഥാനത്തിൻ്റെ പബ്ലിക് സർവീസ് കമ്മീഷനിലുമൊക്കെ നിങ്ങൾക്ക് ജോലികൾക്ക് ശ്രമിക്കാവുന്നതാണ്. അതുകൂടാതെ വിദേശ രാജ്യങ്ങളിൽ ഉപരിപഠനം നടത്താനും വിദേശത്തുള്ള നിരവധി മ്യൂസിയങ്ങളിൽ ക്യൂറേറ്ററായിട്ടും അഡ്മിനിസ്ട്രേറ്ററായിട്ടും ഗൈഡൊക്കെ ആയിട്ടും നിങ്ങൾക്ക് ജോലി ചെയ്യാനുള്ള സാധ്യതകൾ നിരവധിയാണ്. അങ്ങനെ നല്ലൊരു മികച്ച മ്യൂസിയോളജിസ്റ്റ് അല്ലെങ്കിൽ ഒരു ക്യൂറേറ്ററൊക്കെ ആകാൻ ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായും ഈ മ്യൂസിയോളജി എന്ന് പറയുന്ന മേഖല വളരെ ഉപകാരപ്രദമാണ്. ഒരുപാട് മികച്ച തൊഴിലവസരങ്ങൾ നിങ്ങൾക്ക് നൽകുന്നുണ്ട് എന്നുള്ള കാര്യം കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ മറ്റ് തൊഴിൽ മേഖലകൾ കരിയർ സാധ്യതകളെക്കുറിച്ച് നിങ്ങൾക്ക് അറിയണമെങ്കിൽ തീർച്ചയായും ഞങ്ങൾക്ക് മെയിൽ ചെയ്യുക. ഞങ്ങളുടെ മെയിൽ ID walktherightpath01@gmail.com എന്നുള്ളതാണ്. അപ്പോൾ മറ്റൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം. താങ്ക് യു. ന്യൂസ്, അഡ്വർടൈസിംഗ്, ഇവന്റ്സ്, ലൈവ് ബ്രാൻഡിംഗ്, സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്, മീഡിയ പ്രൊഡക്ഷൻസ്, ശബ്ദ ദൃശ്യ വിസ്മയങ്ങളുമായി ഇടുക്കി ലൈവ് മീഡിയ പ്രൊഡക്ഷൻസ്, ITI ജംഗ്ഷൻ, കട്ടപ്പന.